നമസ്കാരം, ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ തീപിടുത്തം നടന്ന സ്ഥലത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. തവനൂർ തൃപ്പാലൂർ സ്വദേശി നാലുകള്ളിപ്പറമ്പിൽ അച്യുതാനന്ദനാണ് മരിച്ചത്. കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിൽ മഞ്ചാടിക്ക് സമീപം ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. പൊന്നാനിയിൽ നിന്നും വന്ന അഗ്നിസേനാംഗങ്ങളും കുറ്റിപ്പുറം പോലീസും രക്ഷാപ്രവർത്തകരായ നാട്ടുകാരും ചേർന്ന് തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ അടുത്തുനിന്നും കിട്ടിയ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തവനൂർ തൃപ്പാലൂർ സ്വദേശി നാലുകള്ളിപ്പറമ്പിൽ അച്യുതാനന്ദനാണ് മരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത്. 58 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. തീ പടർന്നത് അണയ്ക്കുന്നതിനു വേണ്ടി ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. രാത്രി ഏറെ വൈകിയാണ് അച്യുതാനന്ദനാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. CCTV ന്യൂസ് തൃത്താല. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. എറവക്കാട് കോഴിക്കര അന്നിക്കര വീട്ടിൽ 30 വയസ്സുള്ള നിധിനാണ് മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അണ്ണക്കമ്പാട് സെന്ററിൽ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടം നടന്നത്. നിധിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിധിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പട്ടാമ്പി നഗരസഭയിൽ നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ ചർച്ച ചെയ്യും. അവിശ്വാസം വിജയിക്കുമെന്ന് ആവർത്തിച്ച് UDF കൗൺസിലർമാരും നേതാക്കളും. V4 മുന്നണിയുടെ പിന്തുണയിൽ പട്ടാമ്പി നഗരസഭ ഭരിക്കുന്ന LDFിലെ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെയാണ് UDF കൗൺസിലർമാർ നൽകിയ അവിശ്വാസം നാളെ രാവിലെ 11-നാണ് ചർച്ച ചെയ്യുക. 11 UDF കൗൺസിലർമാരാണ് അവിശ്വാസ നോട്ടീസ് നൽകിയത്. നഗരസഭയിൽ ഏകാധിപത്യ നിലപാടുകളാണ് ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പല ജനകീയ വിഷയങ്ങളിലും വേണ്ട തരത്തിൽ ഇടപെടുന്നില്ലെന്നുമാണ് UDF കൗൺസിലർമാർ കുറ്റപ്പെടുത്തുന്നത്. കുടിവെള്ള വിഷയത്തിലും ലൈഫ് ഭവന പദ്ധതിയിലുമെല്ലാം സ്വന്തക്കാർക്ക് മാത്രമാണ് ചെയർപേഴ്സൺ മുൻഗണന നൽകുന്നതെന്നും കൗൺസിലർമാരും നേതാക്കളും പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി നഗരസഭയിൽ ഈ ഭരണം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള UDF വരുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ പല കാര്യങ്ങളിലും പല സമരങ്ങളും പലതവണയായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ നഗരസഭയുടെ ഭരണം ആദ്യം മുതൽ തന്നെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ നമ്മളൊരു പുതിയ നഗരസഭ ഭരണസമിതി പരിചയക്കുറവുണ്ട്, അതൊക്കെ മാനിച്ച് ആദ്യത്തെ ഒരു വർഷം ഒരു സമരം ചെയ്യാതെ ഞങ്ങൾ സഹകരിച്ചു. പിന്നീട് ഞങ്ങൾ അവരോട് കോർപ്പറേറ്റ് ചെയ്ത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിലും ഞങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തു. പക്ഷേ എത്രമാത്രം സപ്പോർട്ട് കൊടുത്താലും ഭരണത്തിലുള്ള അപാകതകളും കഴിവുകേടുകളും പ്രതിഫലിച്ചു കണ്ടു. അതുകൂടാതെ അവരുടെ മുന്നണിയിലുള്ള ചക്കളത്തിപ്പോര് എന്ന് പറയാം, നമ്മളെ സാധാരണ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആ ചക്കളത്തിപ്പോര് വലിയ പ്രതീക്ഷയോടുകൂടി ഇവരെ വോട്ട് ചെയ്ത് കയറ്റിയ പട്ടാമ്പിയിലെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ വലിയൊരു നിരാശ വർഷങ്ങളായിട്ട് ഇപ്പോൾ പട്ടാമ്പി നഗരസഭയിലുണ്ട്. ഒന്നും തന്നെ നടക്കുന്നില്ല. ആകെ ഭരണസമ്പന്നാണ്. ആളുകൾ കാര്യങ്ങൾക്ക് വന്ന് മടങ്ങുക, ആളുകളുടെ പ്രതീക്ഷ ആകെ തകിടം മറിഞ്ഞ് കിടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ് ഞങ്ങളിവിടെ അവിശ്വാസമായിട്ട് നാളെ രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മളെ ഈ ഭരണത്തിൻ്റെ പോരായ്മ മാത്രം വെച്ചാൽ കുഴപ്പമില്ല, കെടുകാര്യസ്ഥത മാത്രം വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അഴിമതിയുടെ ഒരു രൂപം പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് അവിശ്വാസം. ഇപ്പോൾ നമുക്കറിയാം, ലൈഫ് പദ്ധതി നടപ്പാക്കി അതിൽ 10 ഗുണഭോക്താക്കൾ പിൻവാങ്ങി. ആ പിൻവാങ്ങിയ ആളുകൾ അവർ പൈസ വാങ്ങിയത് ഗഡു തിരിച്ചടച്ചു. അപ്പോൾ ആ 10 വീടിന് പുതുതായിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പട്ടാമ്പി നഗരസഭ. പക്ഷെ ആ തീരുമാനിച്ചപ്പോൾ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി വന്നതിൽ അപേക്ഷകളുണ്ടായിരുന്നു. നിലവിൽ കിട്ടാത്ത പഴയ അപേക്ഷകർ, അതുപോലെ തന്നെ അവരെ അനുമതി കാത്തു കിടക്കുന്ന വീടിന് അപേക്ഷ കൊടുത്ത് കാത്തു കിടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനെ മറികടന്ന് അത് സാധാരണ ഈ പുതിയ അപേക്ഷകൾ വീണ്ടും 10 എടുക്കുമ്പോൾ അത് ഗ്രാമസഭയിൽ നിന്ന് വരുന്ന പ്രപ്പോസലായിട്ട് വരണം. മറ്റ് കൗൺസിലർമാർക്കും ചെയർപേഴ്സന്റെ നടപടികളിൽ വിയോജിപ്പുണ്ട്. ഇക്കാര്യം അവിശ്വാസ ചർച്ചയിൽ പ്രകടമാക്കുമെന്നാണ് വിശ്വാസമെന്നും UDF കൗൺസിലർമാർ സൂചിപ്പിച്ചു. PMന്റെ മാത്രം വാർഡുകളിൽ നിന്നുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് ആ 12 ആളുകൾക്ക് മുൻകൂർ അനുമതി കൊടുക്കുന്നത്.
വീട് അനുവദിക്കുന്ന ലൈഫ് ഭവന പദ്ധതി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ സർക്കാർ അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ്. മാത്രമല്ല 23 അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷകൾ ഇവിടെ പെൻഡിങ് ഇരിക്കുക. അതിൽ നിന്ന് 2 ആളുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി മുഴുവൻ അവിടെ ഇരിക്കുക. ഉണ്ടെങ്കിൽ പരിഗണിക്കുകയാണെങ്കിൽ അതാണല്ലോ ആദ്യം പരിഗണിക്കണം. അതുപോലും ചെയ്യാതെ അപ്പോൾ ലൈഫ് ഭവന പദ്ധതി പോലും അട്ടിമറിക്കുകയാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഈ സമയത്ത് പോലും വെള്ളം കിട്ടാത്ത എത്ര മേഖലകൾ പട്ടാമ്പി നഗരസഭ ഉണ്ട് നമുക്ക് വെറുതെ നിങ്ങളുടെ വാഹനം എടുത്ത് കറങ്ങിയാൽ അറിയാം. അതാണ് ഒരു വിഷയം നിൽക്കുന്നത്. മറ്റൊന്ന് സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. 8 ലക്ഷം 9 ലക്ഷം പരമാവധി ഒരു വർഷം ചെലവാക്കിയെന്നിടത്താണ് 3 വർഷം കണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഒരു വർഷം 50 ലക്ഷത്തോളം രൂപ സ്ട്രീറ്റ് ലൈറ്റുകളിലെ പുതിയത് സ്ഥാപിക്കാനല്ല, റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ്. വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർമാരും നേതാക്കളുമായ KR നാരായണസ്വാമി, CA സാജിദ്, CA റാസി, K ബഷീർ, സൈദലവി വടക്കേതിൽ, മുസ്തഫ പറമ്പിൽ, ഉമ്മർ കീഴായൂർ, KPA നാസർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി നഗരസഭ മാത്രമാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ പട്ടാമ്പി നഗരസഭ മാത്രമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ നേരിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ് വർക്കുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നഗരസഭയിൽ അധിഷ്ഠിതമാണ്, നഗരസഭയുടെ ഭരണ സംവിധാനത്തിൽ അധിഷ്ഠിതമാണ്. പക്ഷേ കഴിഞ്ഞ 3.5 വർഷക്കാലം മുമ്പേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറ്റം എന്നുള്ള ഒരു വാക്കുയർത്തിപ്പിടിച്ചുകൊണ്ട് നഗരസഭയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പ്രധാനമായും അവരുടെ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം പണം വാങ്ങാതെ വെള്ളം നൽകും എന്നുള്ളതാണ്. നഗരസഭയിൽ നൽകുന്ന വെള്ളത്തിന് പണം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. 3.5 വർഷക്കാലമായിട്ട് പണം കൊടുക്കാൻ പോലും ജനങ്ങൾ തയ്യാറായിട്ടും വേണ്ട രീതിയിൽ വെള്ളം കൊടുക്കാൻ ഈ നഗരസഭാ ഭരണ സംവിധാനത്തിന് സാധ്യമാകാത്ത അത്രയും വലിയ രൂക്ഷമായ ഒരു കാലത്തും സന്ദർഭത്തിലുമാണ് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം നടക്കുന്നത്. മറ്റൊരു വിഷയം, കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, പട്ടാമ്പി നഗരസഭ ഭരിക്കുന്നതും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പട്ടാമ്പിയിൽ കൃത്യമായ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു AE ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നഗരസഭയിൽ 28 അംഗ കൗൺസിലർമാരാണുള്ളത്. UDFന് 11, LDFന് 10, V4 മുന്നണിക്ക് 6, BJPക്ക് 1 അംഗവുമാണുള്ളത്. നിലവിൽ LDF ഭരണത്തിനൊപ്പം നിൽക്കുന്ന V4 മുന്നണിയുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ UDF കൗൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാക്കാനിടയുള്ളൂ. എന്നാൽ V4 മുന്നണി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ മണ്ണ് ഖനനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. ഇക്കാര്യത്തിൽ മന്ത്രി മൗനം വെടിയണമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ മണ്ണെടുപ്പ് നടക്കുന്നത്. ബഞ്ച് കട്ടിംഗ് നടക്കുന്നില്ല. അനുവദിച്ച പാസുകളിൽ ഇരട്ടിയോളം അധികം മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു. 10 ടൺ ഭാരമുള്ള വാഹനങ്ങൾ പോകേണ്ട വഴിയിലൂടെ 50 ടൺ അധികം ഭാരമുള്ള വാഹനം കടന്നു പോകുന്നതിനാൽ പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ തകർന്ന നിലയിലാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസെടുക്കുവാനും ഭീഷണിപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇത്തരം മണ്ണെടുപ്പ് മൂലം മണ്ഡലത്തിന്റെ പല പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസം തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പ്രദേശത്തെ ഭീമൻപാറ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു വീഴുകയുണ്ടായി. ഭാഗ്യം കൊണ്ടു മാത്രമാണ് ജീവഹാനി സംഭവിക്കാതെ പോയത്. കുറെ ആയി ഞങ്ങൾ ഈ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞു അവിടെ വലിയ അപകടം സംഭവിക്കുമെന്ന്.
അത് പിന്നെ ആ കുന്നിൽ നിന്ന് വലിയ ഭീമൻ പാറ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു വീഴുകയും ഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്നിരുന്ന ഒരാൾ രക്ഷപ്പെട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പിന്നെ വില്ലേജ് ഓഫീസിന് മുന്നിൽ അവിടുത്തെ UDFന്റെ പ്രതിപക്ഷ മെമ്പർമാർ സമരം ചെയ്തു, പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചപ്പോഴും ഞങ്ങൾക്ക് നേരെയും ചാലിശ്ശേരി പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. മാത്രമല്ല, ചാത്തന്നൂർ ചെമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരം നടത്തിവരുന്നു. 1964 കേരള ഭൂപരിഷ്കരണ നിയമം മൂലം കൈവശ ഭൂപരിധിയിൽ നിന്നും ഇളവ് അനുവദിച്ച തോട്ടഭൂമിയാണ്. ഇത്തരത്തിലുള്ള ഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളും വാട്ടർ അതോറിറ്റിയുടെ ടാങ്കും സമീപത്തുള്ളതിനാൽ വലിയൊരു അപകട സാധ്യത സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഖനനം നിർത്തലാക്കണം. പല പ്രാവശ്യം ഈ നിയമവിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ നടന്ന അനാസ്ഥയ്ക്കെതിരെ മൗനം വെടിയണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. അവിടെ തഹസിൽദാർ പരിശോധിച്ചു. അതിൻ്റെ ശേഷം ജിയോളജി വകുപ്പ് പരിശോധിച്ചു. അത് നിയമവിരുദ്ധമാണ് അവിടെ ഈ പ്രവൃത്തി നടന്നിട്ടുള്ളത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. ആ നിർദ്ദേശം നൽകിയതിന് ശേഷം അവിടുത്തെ മന്ത്രി, ആ മണ്ഡലത്തിൽ ഒരു മന്ത്രിയുണ്ട്, ആ മണ്ഡലത്തിൽ മന്ത്രിയുടെ മൗന സമ്മതത്തോടു കൂടെയാണ് ഈ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പത്രക്കാർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ നിയമവിരുദ്ധമായ പ്രവൃത്തി നടന്നതുകൊണ്ട് നിർത്തിവെക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു എന്നാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് ഇനിയും ഇതുപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. മന്ത്രി അവിടെയും കൂടെ പിന്നെ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം. മാത്രമല്ല ചാത്തന്നൂര് പിന്നെ ഒരു കോറി നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ മാസങ്ങളായിട്ട് സമരത്തിലാണ്. ഈ മന്ത്രി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ആ മന്ത്രിയാണ് ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പത്രക്കാർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തത്. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ, തൃത്താല നിയോജക മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ TP, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തക സമിതി അംഗം UT താഹിർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ കുന്നംകുളം പൗരാവലിയും കഥകളി ക്ലബും ചേർന്ന് ആദരിച്ചു. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഗോപി വന്ദനം എന്ന പേരിൽ ആദരണീയം സംഘടിപ്പിച്ചത്. ഗോപി വന്ദനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. VK ശ്രീരാമൻ അധ്യക്ഷനായി. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ MV നാരായണൻ, KC നാരായണൻ, KB രാജ് ആനന്ദ്, ഫാദർ യാക്കൂബ്, കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, KB രാജ് ആനന്ദ്, പീശപ്പള്ളി രാജീവൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സോദാഹരണ പ്രഭാഷണം കലാമണ്ഡലം ഗോപിയുടെ രംഗഭാഷ അരങ്ങേറി. വൈകിട്ട് നടന്ന ആദരണീയ സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കഥകളിക്ക് പുറമെ കേരളത്തിന്റെ കലാലോകത്ത് ഏറ്റവും തലപ്പൊക്കമുള്ള ആചാര്യനാണ് ഗോപിയാശാൻ. സാത്വിക ശോഭ തിരളുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ലോക അവബോധവും ജീവിത അവബോധവും ഉൾക്കൊള്ളുന്ന സമീപന ശൈലിയാണ് ഗോപിയാശാനുള്ളതെന്നും മന്ത്രി R ബിന്ദു പറഞ്ഞു. സാത്വിക ശോഭ തിരളുന്ന കഥാപാത്രങ്ങൾ എത്ര മനോഹരമായിട്ടാണ് വേദിയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നുള്ളത്. കഥകളിയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ കലാലോകത്ത് തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള ആചാര്യനാണ് ഗോപിയാശാൻ. അരനൂറ്റാണ്ടിലേറെ കാലം താൻ വ്യാപരിക്കുന്ന മേഖലയിൽ ഒന്നാമതായി നിലനിൽക്കുക എന്നുള്ള ആ മഹാഭാഗ്യം, അത് വളരെ ദുർലഭമായിട്ടുള്ള ഒരു ഭാഗ്യം തന്നെയാണ്. ആശാന് അത്തരത്തിലുള്ള ഒരു മഹാസൗഭാഗ്യമാണ് സിദ്ധിച്ചിട്ടുള്ളത്. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ഡോക്ടർ MV നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. SC/ST സംസ്ഥാന കമ്മീഷൻ അംഗം TK വാസു, VK ശ്രീരാമൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, TK അച്യുതൻ, കാണിപ്പയൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഗോപി രചിച്ച പൂതനമോക്ഷം എന്ന കവിതയുടെ നൃത്താവിഷ്കാരം, മോഹിനിയാട്ടവും ശേഷം സുഭദ്രാഹരണം, മാലയിടൽ കഥകളിയും അരങ്ങേറി. CCTV ന്യൂസ് കുന്നംകുളം. പള്ളിപ്പുറം കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടനുബന്ധിച്ചുള്ള വിഗ്രഹഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി.
പള്ളിപ്പുറം കൊടിക്കുന്ന് ബോധിക്ഷേത്ര നവീകരണത്തോടനുബന്ധിച്ച് കൊടിക്കുന്ന് ബോധിക്ഷേത്രത്തിലേക്കുള്ള കൃഷ്ണശിലയിൽ തീർത്ത സപ്ത മാതൃക്കളുടെ വിഗ്രഹങ്ങളുടെയും ബലിക്കല്ലുകളുടെയും സ്വീകരണമാണ് ക്ഷേത്രത്തിൽ നടന്നത്. കൊടിക്കുന്ന് സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു വിഗ്രഹങ്ങൾക്ക് സ്വീകരണം ഒരുക്കിയത്. രാജപ്രതിനിധി ഗോവിന്ദ് ചന്ദ്രശേഖർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ, കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ, സെക്രട്ടറി ജയരാജൻ, മറ്റു ജീവനക്കാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് വിഗ്രഹങ്ങളെ സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് മേളം, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.